ഹലോ, ഞാൻ അഞ്ജലി. സെക്കൻഡ് ഇയർ മാത്സിൻ്റെ പേപ്പറാണ് എലമെൻ്ററി നമ്പർ തിയറി ആൻഡ് കാൽക്കുലസ് 1. സെക്കൻഡ് ഇയർ മാത്സ് S3 സെമസ്റ്റർ 3 പേപ്പറാണിത്. ഇതിലെ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നതാണ് ഡിവിസിബിലിറ്റി ഇൻ ഇൻറ്റിജേഴ്സ്. ഇൻറ്റിജേഴ്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. 0, 1, 2, 3, 4 അതുപോലെ തന്നെ നെഗറ്റീവ് നമ്പേഴ്സ് എല്ലാം വരും. അപ്പോൾ അതിൻ്റെ ഡിവിസിബിലിറ്റിയെ കുറിച്ചാണ് ഈ മോഡ്യൂളിൽ പറയുന്നത്. ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഡിവിഷൻ. ഫസ്റ്റ് മെത്തേഡാണ് ഇതിനകത്ത് വരുന്നത്, ഡിവിഷൻ ആൽഗോരിതം. നോക്കാം. ലെറ്റ് എ ബി എനി ഇൻറ്റിജർ ആൻഡ് ബി എ പോസിറ്റീവ് ഇൻറ്റിജർ. ദെൻ ദെയർ എക്സിസ്റ്റ് യൂണീക്ക് ഇൻറ്റിജേഴ്സ് ക്യൂ ആൻഡ് ആർ സച്ച് ദാറ്റ് എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ വെയർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ബി. ഇതിലെ നിങ്ങൾക്ക് നിങ്ങൾ ഡിവിഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? രണ്ട് ഇൻറ്റിജേഴ്സ് ആണ്. ഇൻറ്റിജേഴ്സിൻ്റെ കേസിലാണ് രണ്ട് ഇൻറ്റിജേഴ്സ് എടുത്തു അതിനെ സാധാരണ രീതിയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു കോഷ്യൻ്റ് കിട്ടും, റിമൈൻഡർ കിട്ടും. അതേ കാര്യം തന്നെ ഇവിടെ പറയുന്നുള്ളൂ. എ ഒരു ഇൻറ്റിജറാണ്, ബി എങ്ങനത്തെ ഇൻറ്റിജർ ആയിരിക്കണം? പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ക്യൂ ആർ എന്ന് പറയുന്ന കുറേ ഇൻറ്റിജേഴ്സ് കിട്ടും. അവർ യുണീക്ക് ആയിരിക്കണം. സച്ച് ദാറ്റ് എന്താണ്? എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ. ഇതിൻ്റെ ആറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ബി എന്ന് പറഞ്ഞാൽ 6 0യെക്കാട്ടിലും കൂടുതലായിരിക്കണം, 0യെക്കാട്ടിലും കൂടുതലായിരിക്കണം. അതുപോലെ എവിടം വരെ പോകാവുള്ളൂ? ബി വരെ പോകാവുള്ളൂ. ഇവിടുത്തെ എയും ബിയും ഒക്കെ ആരാണെന്ന് നമുക്ക് പരിചയപ്പെടാം. എ എന്ന് പറയുന്നതാണ് ഡിവിഡൻറ്റ്, ബി എന്ന് പറയുന്നത് ഡിവൈസർ, ക്യൂ എന്ന് പറയുന്നത് കോഷ്യൻ്റ് ആൻഡ് ആർ എന്ന് പറയുന്നത് റിമൈൻഡർ. ജസ്റ്റ് നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് നമ്മൾ ജസ്റ്റ് നമ്പേഴ്സ് വെച്ച് നമുക്കിതൊന്ന് പഠിച്ചു നോക്കാം. ഇപ്പോൾ ജസ്റ്റ് 4 എന്ന് പറഞ്ഞ ഒരു നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന കോഷ്യൻ്റ് എന്ന 3 1 3. നമ്മൾ സാധാരണ ഡിവിഷൻ ചെയ്യുന്ന രീതി, റിമൈൻഡർ 1 വന്നു. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? നിങ്ങൾക്ക് 4 is equal to 3 into 1 plus 1 എന്ന് എഴുതാൻ പറ്റും. അതായത് ഇനി ഈ എഴുതിയ കാര്യം നോക്കിക്കോ. 4നെ നിങ്ങൾക്ക് എഴുതാമല്ലോ, 3 into 1 plus 1. ഈ റിമൈൻഡറോടെ കൂട്ടുമ്പോഴാണ് നിങ്ങൾക്ക് 4 കിട്ടും. 3 into 1 3, 3 plus 1 4. ഇത് ഈ എഴുതിയത് ഈ ഇക്വേഷനായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. A is the dividend. Here 4 is the dividend ആണല്ലോ. 4 is equal to 3 into 1. 3 ആരാണ് ഇവിടുത്തെ ഡിവൈസർ ആണല്ലോ. ഇവിടെ 3യുടെ സ്ഥാനത്ത് ഇവിടെ ആരാ? ബി എന്ന് പറയുന്നത് നിങ്ങളുടെ ഡിവൈസർ ആണ്. ഇൻറ്റു ക്യൂ ആരാ? നിങ്ങളുടെ ഇവിടുത്തെ കോഷ്യൻ്റ് 1 ആണല്ലോ. പ്ലസ് റിമൈൻഡർ എന്താണ്? 1. സോ ആർ ഇസ് ഈക്വൽ ടു 1. ഇനി ഇതിൻ്റെ പ്രൂഫ്. ആക്ച്വലി ഇത് പ്രൂഫ് പറയുന്നതിന് മുന്നേ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് നിങ്ങൾ രണ്ട് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇവിടെ ഇൻറ്റീജേഴ്സ് ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് ഏത് രീതിയിൽ എഴുതാം. അതാണ് ഈ ഡിവിഷൻ ആൽഗോരിതം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൂഫ് എന്ന് പറയുമ്പോൾ ഈ ഒരു ആൽഗോരിതത്തിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനൊരു രണ്ട് ഇൻറ്റീജേഴ്സ് എയും ബിയും ഉണ്ടെങ്കിൽ ഈ രീതിയിൽ എഴുതാൻ പറ്റുന്നു. അപ്പോൾ ഇത് ഇങ്ങനൊരു കാര്യം ഉണ്ട് എന്നുള്ളതാണ്. ദെയർ എക്സിസ്റ്റ് ദിസ് ഇക്വേഷൻ എന്നുള്ള ഒരു രീതി നമുക്ക് കാണിക്കണം. ഇങ്ങനൊരു കാര്യം എക്സിസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ് ഇതിനെ എടുത്ത് പറയേണ്ട കണ്ടീഷൻ? ആറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ബി. ബി ഇസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. 6 നോക്കി, ഇവിടുത്തെ 6 എന്താണ് വന്നത്? റിമൈൻഡർ 1 ആണ് വന്നത്. 1 എന്ന് പറയുന്നത് 0യെക്കാട്ടിലും കൂടുതലാണല്ലോ. അതുപോലെ ലെസ് ദാൻ ബി. ബി എന്താണ്? നമ്മുടെ ഡിവൈസർ ഇവിടുത്തെ ഡിവൈസർ ഏതായിരുന്നു? 3യെക്കാട്ടിലും ചെറുതുമാണ്. അപ്പം ഈ ഒരു ഇക്വേഷൻ, അതായത് ഈ ഒരു ആൽഗോരിതം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും പറയണം. അതുപോലെ തന്നെ എന്തും കൂടെ പറയണം, ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്താൽ ഈ ക്യൂ ആറും എന്താണ്? യുണീക്ക് ആയിരിക്കണം. ക്യൂ എന്ന് പറയുന്ന കോഷ്യൻ്റ്, ആർ എന്ന് പറയുന്ന റിമൈൻഡർ. അതായത് 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കോഷ്യൻ്റ് 1 തന്നെ ആയിരിക്കണം ആൻഡ് റിമൈൻഡർ 1 തന്നെ ആയിരിക്കണം. അല്ലാതെ 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വേറൊരു നമ്പേഴ്സും വരാൻ പാടില്ല. ഇനി ഇതിനെ പ്രൂഫിലേക്ക് നമുക്ക് കിടക്കാം. പ്രൂഫ്. അപ്പോൾ ഇത് പ്രൂഫ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനൊരു ഇക്വേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കണം. ആറിൻ്റെ എക്സിസ്റ്റൻസ്, ഈ ഒരു ഇക്വേഷൻ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ആറിൻ്റെ കാര്യം കൂടി നമ്മൾ എടുത്തു പറയണം, അതും കാണിക്കണം. പിന്നീട് എന്താണെന്ന് അത് രണ്ടും കാണിച്ചു കഴിഞ്ഞാൽ പകുതി പാട്ട് തീർന്നു. പിന്നെ എന്താണ് ഉള്ളത്? ക്യൂ ആർ ദർ എക്സിസ്റ്റ് യൂണീക്ക് ഇൻറ്റിജേഴ്സ്. ഈ യൂണീക്നെസ്സും പ്രൂവ് ചെയ്യണം. അതായത് എനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ക്യൂ ആർ എന്ന് പറയുന്നത് എന്താ? യൂണീക്ക് ആയിട്ടുള്ള ഇൻറ്റിജേഴ്സ് ആയിരിക്കണം കിട്ടുന്നത്. വേറൊരു ഇൻറ്റിജറും കിട്ടാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രൂഫിലേക്ക് പോകാം. ഫസ്റ്റ് പാർട്ട്, ടു പ്രൂവ് ദ എക്സിസ്റ്റൻസ് പാർട്ട്. കൺസിഡർ സെറ്റ് എസ് ഇസ് ഈക്വൽ ടു എ മൈനസ് ബി എൻ, എൻ ബിലോങ്സ് ടു ഇസെഡ് ആൻഡ് എ മൈനസ് ബി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നോക്കി ഇവിടുന്ന്. അപ്പോൾ നമുക്ക് ഈ ഒരു പാർട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനൊരു ഇക്വേഷനിൽ നിന്ന് നോക്കി ഏതിന് ബി ക്യൂ ഇപ്പുറത്ത് വന്നാൽ എന്ത് വരും? എ മൈനസ് ബി ക്യൂ ഈക്വൽ ടു എങ്ങനെ എഴുതാം? നമുക്ക് ആർ എന്ന് എഴുതാമല്ലോ. അപ്പം
എക്സിസ്റ്റൻസ് പാർട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് എസ് ഇസ് ഈക്വൽ ടു എ മൈനസ് ബി എൻ എന്ന് പറഞ്ഞൊരു സെറ്റ് എടുത്തു. അപ്പോൾ എ മൈനസ് ബി ക്യൂ, ക്യൂ ഇവിടുത്തെ ആളായിരിക്കും ഈ ഒരു ഇൻഡിജർ. അപ്പം എൻ ഇവിടെ ക്യൂവിന് പകരം എൻ എഴുതും, എൻ ബിലോങ്സ് ടു സെഡ്. ആൻഡ് എന്താണ് പറഞ്ഞേക്കുന്നത്, എ മൈനസ് ബി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എ മൈനസ് ബി എൻ എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതിയിരിക്കുന്നത്, എയും ബിയും എ മൈനസ് ബി എൻ, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് മാറ്റുമ്പോൾ എ മൈനസ് ബി ക്യൂ എന്നല്ലേ വരുന്നത്. എ മൈനസ് ബി ക്യൂ എന്താ വരുന്നത്, ആറാണ് വരുന്നത്. എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പം അങ്ങനൊരു രീതിയിൽ എ മൈനസ് ബി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള രീതിയിലും ഇങ്ങനെയുള്ളവരുടെ കളക്ഷനാണ് എസ് എന്ന് പറഞ്ഞൊരു സെറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് എടുത്തിരിക്കുകയാണ് ഇങ്ങനൊരു സെറ്റ് വേണമെന്നുള്ളത്. ഇനി നെക്സ്റ്റ് ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത് എന്തായാലും നമുക്കറിയാം ഡബ്ല്യു എന്ന് പറഞ്ഞ സെറ്റ് എന്താ, ഹോൾ നമ്പേഴ്സിൻ്റെ സെറ്റ് ഇനി സബ്സെറ്റാണ്. കാരണം എന്താ, എ മൈനസ് ബി എൻ എന്ന് പറയുന്ന ആൾക്കാരുടെ കളക്ഷനാണ് ഇതിനകത്ത് വരുന്നത്. എ മൈനസ് ബി എൻ എപ്പോഴും 0യോ വലുതായിരിക്കും. 0യോ വലുതായിട്ടുള്ള നമ്പേഴ്സ് എല്ലാം എന്താ, ഹോൾ നമ്പേഴ്സാണ്. അപ്പോൾ എസ് സബ്സെറ്റ് ഓഫ് ഡബ്ല്യു ആയിരിക്കാം. നമുക്ക് ക്ലിയർ ആണ്. ഇനി നമ്മൾ കാണിക്കേണ്ടത് എന്താണ്, നമുക്ക് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനകത്ത് ഒരു എലമെൻ്റ് എങ്കിലും ഉണ്ട് എന്ന് കാണിക്കണം. ഇങ്ങനൊരു കുറേ ആൾക്കാർ ഇതിനകത്ത് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ സെറ്റ് നോൺ എംപ്റ്റി ആണ്, അതായത് ഇതിനകത്ത് ഒരാളെങ്കിലും ഉണ്ട് എന്ന് കാണിക്കണം. അപ്പോൾ അതിനുവേണ്ടി വി ഷാൽ ഷോ ദാറ്റ് എസ് കണ്ടെയ്ൻസ് എ ലീസ്റ്റ് എലമെൻറ്റ്, ഒരു എലമെൻറ്റെങ്കിലും ഉണ്ടെന്ന് കാണിക്കാം. ഫോർ ദാറ്റ് വി വിൽ പ്രൂവ് ദാറ്റ് എസ് ഇസ് എ നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് ഡബ്ല്യു. ഡബ്ല്യുവിൻ്റെ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റാണ് എസ്. ഇതിനകത്ത് ഒരാളുണ്ടെന്ന് കാണിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് നോൺ എംപ്റ്റി ആണെന്ന് കാണിച്ചാൽ മതി. അതിന് വേണ്ടി രണ്ട് കേസായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് ഒരാളിനെ എടുത്തു, ആ ആൾ എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് എടുക്കുവാണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നും, പിന്നെ അതേ ആൾ എന്താണെന്ന് എടുത്തു, ലെസ് ദാൻ 0 നെഗറ്റീവായിട്ടുള്ള ഇൻഡിജേഴ്സും കൂടെ എടുത്തു. നോക്കാം. കേസ് 1, സപ്പോസ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എ 0യെക്കാട്ടിലും കൂടുതലാണെന്ന് എടുത്തു, 0യെക്കാട്ടിലും കൂടുതൽ. അപ്പോൾ നമുക്ക് എനെ നമുക്ക് സാധാരണ എങ്ങനെ എഴുതാം, എ ഇസ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു 0 എന്ന് എഴുതാമല്ലോ. ബി ഇൻറ്റു 0 ആണ്. അപ്പോൾ അത് എ മൈനസ് ചെയ്യുമ്പോൾ എ തന്നെയാണ് വരുന്നത്. ഇത് നോക്കി, എ മൈനസ് ബി ഇൻറ്റു 0 എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഒരാളിനെ പോലെയല്ലേ നമ്മൾ എഴുതിയേക്കുന്നത്, എ മൈനസ് ബി ഇൻറ്റു 0 ഒരു ഇൻഡിജർ ആണല്ലോ. അപ്പോൾ ഈ ആളെന്ന് പറയുന്നത് എന്തായാലും നമ്മുടെ എ എന്ന് പറയുന്നത് 0, ഇത് എന്തായാലും 0 വരത്തില്ല. അപ്പോൾ എന്തായാലും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പം എ എന്ന് പറയുന്ന ആൾ നമുക്ക് എന്താണെന്ന് പറഞ്ഞേക്കുന്നത്, ഇതിനകത്തുള്ള ഒരു ആളിനെ പോലെ കിട്ടി. ദാറ്റ് മീൻസ് എ ബിലോങ്സ് ടു എങ്ങോട്ടാണെന്ന് പറയാം, എസ് ആണെന്ന് പറയാം. അപ്പോൾ എസ്സിനകത്ത് എന്തെന്ന് കിട്ടി, ഒരു എലമെൻ്റ് ഉണ്ടെന്ന് കിട്ടി. ഇനി കേസ് 2, സപ്പോസ് എ ലെസ് ദാൻ 0. എ എന്താണ്, 0യെക്കാട്ടിലും ചെറുതാണെന്ന് എടുത്തു. അപ്പോൾ ഫസ്റ്റ് നമുക്കറിയാം ബി ബിലോങ്സ് ടു ഇസഡ് പ്ലസ് ആണെന്ന് അറിയാം. ബി ബിലോങ്സ് ടു ഇസഡ് പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പോസിറ്റീവ് ഇൻഡിജറാണ്. പോസിറ്റീവ് ഇൻഡിജർ ആണെങ്കിൽ നമുക്ക് പറയാം ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. 1ഓ 1ൽ കൂടുതലോ വരാം അല്ലേ, പോസിറ്റീവ് ഇൻഡിജേഴ്സ്. അപ്പോൾ രണ്ട് സൈഡിലും എന്തും എടുത്തു, നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ മൈനസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 എന്ന് വരും. ഇനി നിങ്ങൾ രണ്ട് സൈഡിൽ ഒരു എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ മൈനസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എ എന്ന് എഴുതി. പക്ഷേ നിങ്ങളുടെ എ എന്താണ്, ലെസ് ദാൻ 0 ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ നിങ്ങളുടെ എ നെഗറ്റീവാണ് ഓൾറെഡി ഇല്ലേ. ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ടുള്ള വാല്യൂസ്. അപ്പോൾ എന്തായാലും ഈ ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഇങ്ങനെ വരാൻ പറ്റില്ല. നോക്കാം. ജസ്റ്റ് എ എന്ന് പറയുന്നത് നെഗറ്റീവ് ഇൻഡിജറാണ്. അപ്പോൾ എനെ -3 എന്ന് വിളിച്ചു, ബി എന്ന് പറയുന്നത് ഒരു 2 എന്ന് വിളിച്ചു. ബി പോസിറ്റീവ് ഇൻഡിജർ ആണല്ലോ, ബൈ നമ്മുടെ അൽഗോരിതം അനുസരിച്ച് നമ്മൾ എടുത്ത കാര്യമാണ്. അപ്പോൾ എന്ത് വരുന്നത്, -2. ഈ ഇക്വേഷൻ അതോടെ ഈ വില ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി. മൈനസ് ബിയുടെ വില 2 ഇൻറ്റു എയുടെ വില -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എയുടെ വില -3, മൈനസ് ഓഫ് -3. -2 എക്ക് പകരം ബിക്ക് പകരം 2 കിട്ടും. -2 ഇൻറ്റു എക്ക് പകരം -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3. ഇതിൽ നിങ്ങൾക്ക് എങ്ങനെ വരാം, ഇതൊന്ന് ജസ്റ്റ് പ്രൂവ് ചെയ്താണ്. നിങ്ങളിപ്പോൾ എടുത്തത് ബി ബിലോങ്സ് ടു ഇസഡ് പ്ലസ് ആണ്. അപ്പോൾ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ട് സൈഡിലും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും, ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരുന്നു. രണ്ട് സൈഡിൽ മൈനസ് ചെയ്യുമ്പോൾ മൈനസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 ഇങ്ങനെ വരേണ്ടത്. രണ്ട് സൈഡിലും ഒരു എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരേണ്ടത്, ഇങ്ങനെ വരേണ്ടത്. ഈ ഇൻഇക്വാളിറ്റി ശരിയാണോ എന്ന് നോക്കണം. കാരണം ഇത് ഇങ്ങനെ വരാൻ പറ്റത്തില്ല, ബിക്കോസ് നമ്മുടെ എ എങ്ങനെയാണെന്ന് എടുത്തേക്കുന്നത് ലെസ് ദാൻ 0 ആണ്. സോ ഈ ഇൻഇക്വാളിറ്റി ഇങ്ങനെ വരില്ല. അപ്പോൾ അതിനുവേണ്ടി
ആണെങ്കിൽ ജസ്റ്റ് നമ്പർ ഇട്ട് നോക്കാം. എ ലെസ് ദാൻ 0 ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്ക് ഒരു നെഗറ്റീവ് നമ്പർ ഇടാം, -3. ബി എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റിജർ ആണ്, 2 എന്ന് എടുത്തു. അപ്പോൾ ഈ ഇക്വേഷനകത്തോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി. അപ്പോൾ എന്ത് വരുന്നത്? ബിയുടെ വില എന്താ? 2 ഇൻറ്റു എ എന്താ? -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്താണ്? -3. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 3 ഇൻറ്റു 2 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താ വന്നത്? 3. 6 3യെക്കാട്ടിലും ചെറുതാണോ? അല്ല. സോ ഈ ഒരു കണ്ടീഷൻ വരത്തില്ല. ഇത് എങ്ങനെ വരത്തുള്ളൂ? തിരിഞ്ഞേ വരത്തുള്ളൂ. ഇപ്പോൾ -BA ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -A ആണ് വരേണ്ടത്. എ ലെസ് ദാൻ 0 ആയതുകൊണ്ട് മാത്രമാണ് ഈ കേസ് ഇങ്ങനെ വന്നത്. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. നമ്മളിവിടെ എടുത്ത കാര്യം എന്ന് പറയുന്നത് സപ്പോസ് എ ലെസ് ദാൻ 0 ആണ്. അപ്പോൾ എന്താണ്? ബി ബിലോങ്സ് ടു ഇസഡ് എ ലെസ് ദാൻ 0 എന്നുള്ള കേസായിരുന്നു പ്രൂവ് ചെയ്യാൻ പോകേണ്ടത്. അപ്പോൾ ബി ബിലോങ്സ് ടു Z+ എന്ന് എടുത്തു. ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമ്മൾ എന്താ? ബി Z+ലെ എലമെൻ്റ് ആയതുകൊണ്ട് എന്തായാലും 1നെക്കാട്ടിലും കൂടുതലായിരിക്കും. അപ്പോൾ രണ്ട് സൈഡിലും ഇങ്ങോട്ട് നോക്കാം. ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1. അപ്പോൾ രണ്ട് സൈഡിലും ബീനെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനീക്വാളിറ്റി തിരിഞ്ഞു വരും. ഒരു എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -B ലെസ് ദാൻ ഈക്വൽ ടു -A എന്ന് വരും. ഇനി എന്ത് ചെയ്യാം? ഇത് നമ്മുടെ ഇവിടുത്തെ എ എങ്ങനത്തെ ആളാണെന്ന് പറഞ്ഞാൽ എ ലെസ് ദാൻ 0 ആണെന്ന് പറഞ്ഞാൽ എ നെഗറ്റീവ് ആളാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് നമ്പർ ഇട്ടൊന്ന് നോക്കാം. എ ഒരു നെഗറ്റീവ് നമ്പർ -3 എന്നെടുത്ത് B3 എന്നും പറഞ്ഞ് B2 എന്നും പറഞ്ഞ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതാ ഈ രണ്ട് വാല്യൂസ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നോക്കി. -2 ഇൻറ്റു -3 ബി മൈനസ് ഇൻറ്റു ബി എന്തുവാ? 2 ഇൻറ്റു എ എന്ന് പറയുന്നത് -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എയുടെ വില എന്താ? -3. അപ്പോൾ ഇതെന്താ വരുന്നത്? 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. 6 ലെസ് ദാൻ 3 ആണോ? അല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കേസ് വരത്തില്ല. അപ്പോൾ ഇത് എങ്ങനെ വരാൻ പറ്റത്തുള്ളൂ? -BA ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -A എന്നേ വരാൻ പറ്റത്തുള്ളൂ. മനസ്സിലായത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എ നമ്മൾ എങ്ങനെ എടുത്തേക്കുന്നുണ്ട്? ലെസ് ദാൻ 0 എടുത്തേക്കുന്നുണ്ട്. ഇനി ഇങ്ങോട്ട് നോക്കുക. അപ്പം നമുക്കിവിടെ വരെ കിട്ടി. എ ലെസ് ദാൻ 0 ആയിരുന്നു നമ്മുടെ കേസ്. ബി പോസിറ്റീവ് ഇൻറ്റിജർ ആയതുകൊണ്ട് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 എഴുതാൻ രണ്ട് സൈഡിൽ മൈനസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇത്രയും സ്റ്റെപ്പ് വന്നു. ഇനിയും നോക്കി, ഇതിൽ നിന്ന് ഈ എനെ ഇപ്പുറത്ത് കൊണ്ടുവന്ന A-B എങ്ങനെ വരും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. A-BA ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നോക്കി, ഇത് ഇവിടെ ഉള്ള ഒരാളിനെ പോലെ ഇരിക്കില്ലയോ? ആണല്ലോ. സോ A-B എവിടത്തെ ആളാണെന്ന് കിട്ടും? ബിലോങ്സ് ടു S. കാരണം A-B ആ ആളുകൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 പോലെ തന്നെയാണ്. സോ A-B ഗ്രേറ്റർ ബിലോങ്സ് ടു S ആണ് നമുക്ക് കിട്ടും. ഇനി നെക്സ്റ്റ്. അപ്പോൾ രണ്ട് കേസിൽ നമുക്ക് എന്ത് പറയാം? ഇൻ ബോത്ത് കേസസ് S കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് 1 എലമെൻറ്റ്. ഇതിനകത്ത് അറ്റ്ലീസ്റ്റ് ഒരു എലമെൻ്റ് എങ്കിലും ഉണ്ടെന്ന് കിട്ടി. അപ്പോൾ ഒരു എലമെൻ്റ് എങ്കിലും ഉണ്ടെന്ന് കിട്ടിയാൽ നമുക്ക് പറയാമല്ലോ അത് നോൺ എം ടി ആണെന്ന്. നോൺ എം ടി സബ്സെറ്റ് ഓഫ് ആരുടെയാണത്? സബ്സെറ്റ് ഓഫ് W ആണെന്ന് നമ്മൾ നേരത്തെ നമുക്ക് മനസ്സിലായിരുന്നു. ഇത് നോൺ എം ടി ആണ്, ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു ഇക്വേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബൈ വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് എന്ത് പറയാം? വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ അറിയാമോ? എവറി നോൺ എം ടി സബ്സെറ്റ് ഓഫ് W ഹാസ് എ ലീസ്റ്റ് എലമെൻറ്റ് എന്നുള്ളതാണ് വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ S കണ്ടെയ്ൻസ് എ ലീസ്റ്റ് എലമെൻറ്റ്. മനസ്സിലായ? വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? എവറി നോൺ എം ടി സബ്സെറ്റ് ഓഫ് ഡബ്ല്യുവിൻ്റെ ഏതൊരു നോൺ എം ടി സബ്സെറ്റ് എടുത്താലും അതിനകത്ത് ഒരു എലമെൻ്റ് എങ്കിലും ഉണ്ടായിരിക്കും. ഹാസ് എ ലീസ്റ്റ് എലമെൻറ്റ്, ഒരു എലമെൻ്റ് എങ്കിലും ഉണ്ടാവണം. അപ്പോൾ S കണ്ടെയ്ൻസ് ലീസ്റ്റ് എലമെൻറ്റ്. ആ ലീസ്റ്റ് എലമെൻറ്റിനെ എന്തോന്ന് വിളിച്ചു? R എന്ന് വിളിച്ചു. നമുക്കിപ്പോൾ ഇവിടെ ഒരു എലമെൻറ്റ് ഉണ്ടെന്ന് കിട്ടി. നമ്മൾ രണ്ട് കേസിലും പോസിറ്റീവ് കേസിലായാലും നെഗറ്റീവ് കേസിലായാലും എലമെൻറ്റ് എന്തായാലും S എന്ന് പറഞ്ഞ സെറ്റിനകത്ത് ഉണ്ടെന്ന് കിട്ടി. അപ്പം സിൻസ് R ബിലോങ്സ് ടു S, R Sലുള്ളത് കൊണ്ട് ദർ എക്സിസ്റ്റ് ഇൻറ്റിജർ Q ആൻഡ് Q സച്ച് ദാറ്റ് എങ്ങനെ R A-B എഴുതാമല്ലോ. എസ്സിലെ എലമെൻറ്റ്സിൻ്റെ എല്ലാം ഫോം ഈ രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. A-B എന്നായിരുന്നു പറഞ്ഞത്. ഇവിടെ നമ്മൾ എന്നെ മാറ്റി Q ആക്കി. ജസ്റ്റ് ഒരു നെയിമിങ് വ്യത്യാസം മാത്രമേ ഉള്ളൂ. Q എന്താണ്? ഇൻറ്റിജറാണ്. വേറെ R ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണല്ലോ. R ഗ്രേറ്റർ ദാൻ, കാരണം ഇതിനകത്തുള്ള എലമെൻറ്റ്സ് എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 രീതിയിലായിരുന്നു എടുത്തത്. ഇത്രയും വരെ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഇത് ബാക്കി ഭാഗം കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു R ലെസ് ദാൻ B ആണെന്നുള്ള ഒരു കണ്ടീഷൻ. നമ്മളിപ്പോൾ ഇക്വേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് എടുത്തു.
അല്ലേ, എ മൈനസ് ബി ക്യൂ ഈക്വൽ ടു ആർ എന്നുള്ള രീതി കിട്ടി. ഇനി നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ആർ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 വരെയും പ്രൂവ് ചെയ്തു. ഇനിയും ചെയ്യേണ്ടത് ആർ ലെസ് ദാൻ ബി എന്നുള്ള ഭാഗം പ്രൂവ് ചെയ്യാൻ. അപ്പോൾ അതിനുവേണ്ടി കോൺട്രഡിക്ഷൻ മെത്തേഡിൽ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകും. കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് എടുക്കുക. അപ്പോൾ അസ്യൂം ചെയ്യേണ്ടത് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി. അപ്പോൾ അത് അസ്യൂം ചെയ്യാം. സോ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ അസ്യൂം ആർ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ബി. ആർ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ബി ആണെങ്കിൽ ഇപ്പുറത്ത് കൊണ്ടുവന്ന ആർ മൈനസ് ബി എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ആർ മൈനസ് ബി എന്ന് പറഞ്ഞ പക്ഷേ നമുക്കറിയാം ആറിൻ്റെ വില എന്താണ്? എ മൈനസ് ബി ക്യൂ. അപ്പോൾ അതിങ്ങോട്ട് ഇട്ടു. എ മൈനസ് ബി ക്യൂ മൈനസ് ബി ഈക്വൽ ടു എ മൈനസ് രണ്ടെടുത്തുനിന്ന് എന്താ? ബി കോമൺ എടുത്താൽ ബി ക്യൂ പ്ലസ് 1 എന്ന് വരും. സിൻസ് എ മൈനസ് ബി ഇൻറ്റു ക്യൂ പ്ലസ് 1 ഇസ് ഓഫ് ദ ഫോം എങ്ങനെയാണ്? എ മൈനസ് ബി എൻ എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇത് എപ്പോഴും എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണല്ലോ. ഇതിനകത്തുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ രീതിയിലല്ലേ? ക്യൂ പ്ലസ് 1 എന്ന് പറയുന്നത് ക്യൂ ഒരു ഇൻറ്റീജറാണ്. അപ്പോൾ ക്യൂ പ്ലസ് 1 എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ തന്നെ ആയിരിക്കും. അപ്പോൾ അതിനെ എന്നു വിളിച്ചു. അപ്പോൾ എ മൈനസ് ബി എന്ന് വരും, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി നോക്കി, അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി ഇൻറ്റു ക്യൂ പ്ലസ് 1 എന്ന് പറയുന്നത് ഇത് എവിടുത്തെ എലമെൻ്റ് ആയിട്ട് വരും? എ മൈനസ് ബി എന്നുള്ള ആൾക്കാരെല്ലാം അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വരുന്നത് ആൾക്കാരെല്ലാം എവിടുത്തെ എലമെൻറ്റാണ്? എസ്സിലെ എലമെൻറ്റാണ്. സോ എ മൈനസ് ബി ഇൻറ്റു ക്യൂ പ്ലസ് 1 ബിലോങ്സ് ടു എസ്. അപ്പോൾ ഈ എ മൈനസ് ബി ഇൻറ്റു ക്യൂ പ്ലസ് 1 എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ആർ മൈനസ് ബി. അപ്പോൾ ആർ മൈനസ് ബി എവിടുത്തെ ആളാന്ന് കിട്ടി? എസ്സിലെ ആളാണ് കിട്ടി. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ എ ഈസ് ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ എന്ന് പറഞ്ഞ ഇക്വേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചു. അതേപോലെ വിത്ത് ദ കണ്ടീഷൻ ആറിന് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്നും കാണിച്ചു, ലെസ് ദാൻ ബി ആണെന്നും കാണിച്ചു. ഇനി ബി ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട്, ബി ഗ്രേറ്റർ ദാൻ 0 ആണല്ലോ നമുക്കറിയാം. ബി ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് ഇനി എന്താ? ആർ മൈനസ് ബി. ബി ഗ്രേറ്റർ ദാൻ 0 ആണ്. രണ്ട് സൈഡിലും എന്ത് ചെയ്യാം? ബി ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നിങ്ങൾക്കറിയാം. രണ്ട് സൈഡിലും നെഗറ്റീവ് കൊണ്ട് എന്താ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ബി ലെസ് ദാൻ 0 എന്ന് വരും. അതിൽ നിന്ന് ആറ് രണ്ട് സൈഡിൽ ആഡ് ചെയ്യുമ്പോൾ ആർ മൈനസ് ബി ലെസ് ദാൻ ആറാണെന്ന് കിട്ടുമല്ലോ. ഇപ്പം നോക്കി, ബി ഗ്രേറ്റർ ദാൻ 0 ആർ മൈനസ് ബി ലെസ് ദാൻ ആറാണെന്നും കിട്ടി. അതായത് ആറിനേക്കാളും വളരെ ചെറുതായിട്ടുള്ള ഒരു എലമെൻ്റ് ആണെന്ന് കിട്ടി. അതെവിടെ ഉണ്ടെന്നും പക്ഷെ നമുക്കറിയാം ആർ മൈനസ് ബി എവിടുത്തെ ആളാണ്? എസ്സിലെ ആളാണെന്നും കിട്ടി. ആർ മൈനസ് ബി എന്ന് പറയുന്ന ആറിനേക്കാട്ടിലും ചെറിയൊരാളാണ്. അതെവിടെയാണെന്നും കിട്ടി? ആർ മൈനസ് ബി എസ്സിലുള്ള ആളാണെന്നും കിട്ടി. എസ്സിലെ ആൾക്കാർ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് വരേണ്ടത്. ഇത് അപ്പോഴത്തേക്ക് എന്താണ്? ദിസ് കോൺട്രഡിക്ഷൻ അസംഷൻ. നമ്മുടെ അസംഷൻ എന്തായിരുന്നു? ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി. മനസ്സിലായോ? ആറിനെക്കാട്ടിലും വളരെ ചെറിയൊരു എലമെൻ്റാണ് ആർ മൈനസ് ബി. എന്നിട്ടും പ്ലസ് ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്, അത് എവിടെയും കൂടെ ഉണ്ടെന്നുള്ളത് എസ്സിലുള്ളതാണ് നമ്മളിപ്പോൾ കാണിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ നമ്മുടെ അസംഷനെ അതെന്താണ്? കോൺട്രഡിക്റ്റ് ചെയ്യുന്നു. സോ എന്ത് പറയാൻ നമുക്ക്? ആർ ലെസ് ദാൻ ബി ആയേ പറ്റത്തുള്ളൂ. ഇനി നോക്കി, അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ ഫുള്ള് നമ്മൾ പ്രൂവ് ചെയ്തു. Thus there are integers q and r such that a equal to b q plus r where 0 less than or equal to r less than b. ഈ ഒരു കണ്ടീഷൻ നമുക്ക് ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആണ്. മനസ്സിലായോ? ഇനി നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ഇതിൻ്റെ യുണീക്നെസ് ആണ്. ക്യൂവും ആറിൻ്റെ യുണീക്നെസ് ആണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. യുണീക്നെസ് പ്രൂവ് ചെയ്യാൻ, യുണീക്നെസ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പം നമ്മൾ എന്താണ്? ആ ഒരു ഇക്വേഷൻ എപ്പോഴും നമ്മൾ യുണീക്നെസ് പ്രൂവ് ചെയ്യുക എന്ന് പറയുമ്പം ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് കാണിക്കുകയാണെങ്കിൽ രണ്ടാളിനെ എടുക്കുക. രണ്ട് ഇക്വേഷൻസ്, അതായത് എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ ആണെന്ന് നമ്മൾ ഇക്വേഷൻ ഇല്ലേ, അത് യൂണിക്കാന്ന് കാണിക്കാൻ വേണ്ടി വേറൊരു രണ്ട് ഇൻറ്റിജേഴ്സ് ക്യൂ ഡാഷ് ആർ ഡാഷ് എടുത്തു. സച്ച് ദാറ്റ് എ ഈസ് ഈക്വൽ ടു ബി ക്യൂ ഡാഷ് പ്ലസ് ആർ ഡാഷ്. ഇതേ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വേറെ രണ്ട് ഇൻറ്റിജേഴ്സും എടുത്തു. ഇനി എന്താണെന്ന് കാണിച്ചാൽ മതി? ഇവർ രണ്ടുപേരും തുല്യമാണെന്ന് കാണിച്ചാൽ മതി. അപ്പോൾ ക്യൂവും ക്യൂ ഡാഷും ആർ ഡാഷ് ഈക്വൽ ആണെന്ന് മാത്രം കാണിച്ചാൽ മതി. അപ്പോൾ നോക്കാം. നൗ ഫോർ ദ യുണീക്നെസ് ഓഫ് ക്യൂ ആൻഡ് ആർ അസ്യൂം ദെയർ ആർ ഇൻറ്റിജേഴ്സ് ക്യൂ ഡാഷ് ആർ ആൻഡ് ആർ ഡാഷ് such that എങ്ങനെയാണ്? എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ. അതൊന്നാമത്തെ ഇക്വേഷൻ. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ബി. ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു ബി ക്യൂ ഡാഷ് പ്ലസ് ആർ ഡാഷ്. എങ്ങനെ എഴുതാം? 0 ലെസ് ദാൻ ഈക്വൽ ടു ആർ ഡാഷ് ലെസ് ദാൻ ബി. ഇത്രയും കാര്യത്തിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് നമ്മൾ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്തു, അതിൻ്റെ കണ്ടീഷൻ. അപ്പോൾ വേറൊരാളും ഉണ്ടെന്ന് നമ്മൾ എടുക്കുകയാണ്. യൂണിക്നെസ് പ്രൂവ് ചെയ്യാൻ ഇതേപോലെ ഇതേ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വേറൊരാളുണ്ടെന്ന് എടുത്തു വിത്ത് കണ്ടീഷൻ. ഇനി നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു കാര്യം കൂടി എടുക്കുകയാണ്. അസ്യൂം ക്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂ ഡാഷ്. എന്തിനാണെന്നുള്ളതൊക്കെ നമുക്ക് അവസാനം മനസ്സിലാവും. ക്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂ ഡാഷ് എന്ന് നമ്മൾ എടുക്കുക ഒരു കണ്ടീഷന് വേണ്ടി. ക്യൂ എങ്ങനെയാണ്? ക്യൂ ഡാഷിനെക്കാട്ടിലും വലുതോ ഈക്വലോ ആയിരിക്കും.
നമുക്കറിയാം എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ ആണെന്നറിയാം. എ ഈക്വൽ ടു ബി ക്യൂ ഡാഷ് പ്ലസ് ആർ ഡാഷ് ആണെന്ന് പറയാം. ഈ രണ്ട് ഇക്വേഷനും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുന്നത്, ഇതിൻ്റെ രണ്ട് ലെഫ്റ്റ് സൈഡ് രണ്ട് ഇക്വേഷൻ എൽ എച്ച് എസ് ഈക്വൽ ആയതുകൊണ്ട് ആർ എച്ച് എസ് എന്താണെന്ന് ഈക്വൽ ആണെന്ന് പറയാം. സോ ബി ക്യൂ പ്ലസ് ആർ എസ് ഈക്വൽ ടു എന്താ ബി ക്യൂ ഡാഷ് പ്ലസ് ആർ ഡാഷ്. അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് എന്താണ് ബി ക്യൂവിൻ്റെ ടേംസുകളെല്ലാം ക്യൂ ഡാഷ് ടേംസ് എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവന്നു, ആർ ഡാഷ് ടേംസ് എല്ലാം അപ്പുറം കൊണ്ടുവന്നു. അപ്പോൾ ബി ക്യൂ ഇവിടെ ഇട്ട് ബി ക്യൂ ഡാഷിന് ഇപ്പുറം വരുമ്പോൾ എന്ത് വരും, ബി ക്യൂ മൈനസ് ബി ക്യൂ ഡാഷ് ഈക്വൽ ടു എന്ത് വരും, ആർ ഡാഷ് മൈനസ് ആർ. മനസ്സിലായോ? അപ്പോഴത്തേക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ എഴുതാം. ഇതിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഒരാളെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ എന്ത് വരും, ബി ക്യൂ ഓൾറെഡി ഇവിടെ ഉണ്ട്, ഈ ബി ക്യൂ ഡാഷിന് ഇപ്പുറത്ത് കൊണ്ടുവരും മൈനസ് ബി ക്യൂ ഡാഷ് ഈക്വൽ ടു ഇവിടെ ഓൾറെഡി ആരുണ്ടായിരുന്നു ആർ ഡാഷ് മൈനസ് ഈ ആറിന് ഇപ്പുറത്ത് വരും മൈനസ് ആറ്. ഇത്രയും വന്നു. ഈ രണ്ടിനകത്തുനിന്നും ബി കോമൺ എടുക്കും, ബി ഇൻറ്റു ക്യൂ മൈനസ് ക്യൂ ഡാഷ് ഈക്വൽ ടു ആർ ഡാഷ് മൈനസ് ആർ. ഇത് മൂന്നാമത്തെ ഒരു ഇക്വേഷനിൽ എടുത്തു. ഇനി നമ്മൾ എടുത്തിരുന്ന കണ്ടീഷൻ എന്താ, സെൻസ് ക്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂ ഡാഷ് ആയതുകൊണ്ട് ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ ക്യൂ മൈനസ് ക്യൂ ഡാഷ് എപ്പോഴും എന്തായാലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ആണല്ലോ. ക്യൂ മൈനസ് ക്യൂ ഡാഷ് 0 വലുതാണെങ്കിൽ ഫ്രം 3 നമുക്ക് എന്തോ പറയാം, ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, ഇത് ഗ്രേറ്റർ ദാൻ 0 ആണ്, ബി എ നമ്മൾ എടുത്ത കണ്ടീഷനാണ്. അങ്ങനെയാണെങ്കിൽ ഇത് എന്തേ വരത്തുള്ളൂ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയി വരത്തുള്ളൂ. സോ ആർ വിച്ച് ഇംപ്ലൈസ് ആർ ഡാഷ് മൈനസ് ആർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി ഓൾസോ സിൻസ് ആർ ഡാഷ് ലെസ് ദാൻ ബി നമുക്കറിയാം, നമ്മൾ എടുത്ത കണ്ടീഷനാണ്. ഇതിൻ്റെ ഈ ഇക്വേഷനുകളെല്ലാം എഴുതുമ്പോൾ നമ്മൾ എഴുതിയാണ് 0 ലെസ് ദാൻ ആർ ലെസ് ദാൻ ബി ആണെന്നും ഇവിടെ 0 ലെസ് ദാൻ ആർ ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ഡാഷ് ലെസ് ദാൻ ബി. ഈ കണ്ടീഷൻ നമ്മൾ എടുത്തായിരുന്നു. അപ്പോൾ ആർ ലെസ് ദാൻ ബി അതുപോലെ തന്നെ ആർ ഡാഷ് ലെസ് ദാൻ ബി ആണ് നമുക്കറിയാം. ആർ ലെസ് ദാൻ ബിയും ആർ ഡാഷ് ലെസ് ദാൻ ബിയും ആയെന്ന് അറിയാവുന്നതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം, ഒരു പ്രോപ്പർട്ടി ഉണ്ട്, നിങ്ങൾ ലീനിയർ ഇൻഇക്വാളിറ്റി ചാപ്റ്റർ +1 +2 എല്ലാം കണ്ട് പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെ എഴുതാമെങ്കിൽ എന്താണ്, ആർ ഡാഷ് മൈനസ് ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ലെസ് ദാൻ ബി ആയിരിക്കും. ഇക്വേഷൻ നമ്പർ 4 എന്ന് എഴുതി. മനസ്സിലായ? ആർ ഡാഷ് ലെസ് ദാൻ ബി ആണ്, ആർ ലെസ് ദാൻ ബി ആണ്. അപ്പോൾ ആർ ഡാഷ് മൈനസ് ആർ എന്ന് പറയുന്നത് ലെസ് ദാൻ ബി ആയിരിക്കും. ആർ ഡാഷ് മൈനസ് ആർ ലെസ് ദാൻ ബി എന്നുള്ള ഇക്വേഷൻ നമ്മൾ 4th ഇക്വേഷൻ എഴുതി. ഇനി നമുക്കറിയാം ക്യൂ മൈനസ് ക്യൂ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇത് നോക്കി, കാരണം എന്താ, ആർ ഡാഷ് മൈനസ് ആർ എന്ന് പറയുന്നത് എന്താണ്, ലെസ് ദാൻ ബി. ഇത് എന്തോ ഒരു ബിയേക്കാൾ ബി എങ്ങനെയാണ് എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ ഇത് എന്ത് തന്നെ ആയിരിക്കും, നമുക്കറിയാം ക്യൂ മൈനസ് ക്യൂ ഡാഷ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഇനി സപ്പോസ് ക്യൂ ഗ്രേറ്റർ ദാൻ ക്യൂ ഡാഷ്, ഇനി എടുക്കാൻ പോകുന്ന കണ്ടീഷനാണ് അല്ല ആർ ഡാഷ് മൈനസ് ആർ ലെസ് ദാൻ ബി, ഇക്വേഷൻ നമ്പർ 4 എന്ന് എഴുതി. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്, സപ്പോസ് പ്രൂവ് ചെയ്യാനല്ല, ഇനി ഇതിൻ്റെ ഒരു പാർട്ട് മാത്രം എടുക്കാം. നമ്മൾ ഇതുവരെ എടുത്ത ക്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂ ഡാഷ് ആണ്. അപ്പോൾ അതിൽ ഗ്രേറ്റർ ദാൻ മാത്രമുള്ള കണ്ടീഷൻ എടുത്തു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരെയുള്ള കണ്ടീഷൻ ഉപയോഗിച്ചാണ് ഇത്ര എഴുതിയത്. ഇനി അത് ഗ്രേറ്റർ ദാൻ ഉള്ള കണ്ടീഷൻ മാത്രം എടുക്കുക. സപ്പോസ് ക്യൂ ഗ്രേറ്റർ ദാൻ ക്യൂ ഡാഷ്. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം, ഇതിന് ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ ക്യൂ മൈനസ് ക്യൂ ഡാഷ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കുമല്ലോ. ക്യൂ മൈനസ് ക്യൂ ഡാഷ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ക്യൂ മൈനസ് ക്യൂ ഡാഷ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ആണല്ലോ. 0യെക്കാട്ടും കൂടുതലാണെന്ന് പറഞ്ഞാൽ 0 വരുന്നില്ല. അപ്പോൾ എന്താണ്, 1ഓ 1ൽ കൂടുതലോ വരാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ക്യൂ മൈനസ് ക്യൂ ഡാഷ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സെയിം മീനിങ് തന്നെയാണ് വരുന്നത്, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1. രണ്ട് സൈഡിലും ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, ബി ഇൻറ്റു ക്യൂ മൈനസ് ക്യൂ ഡാഷ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ബി. വിച്ച് സിംപ്ലൈസ് എന്താ, ബി ഇൻറ്റു ക്യൂ മൈനസ് ക്യൂ ഡാഷ് എന്ന് പറയുന്നത് ആരാണ്, നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ആർ ഡാഷ് മൈനസ് ആർ. അപ്പോൾ ആർ ഡാഷ് മൈനസ് ആർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആണ് കിട്ടി. ഇതിന് പകരം ആർ ഡാഷ് മൈനസ് ആർ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ബി. തൊട്ട് മുന്നേ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ആർ ഡാഷ് മൈനസ് ആർ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ബി ആണ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടോട് സംഭവിക്കുക ഒരേ സമയത്ത് ഇല്ല, വിച്ച് ഇസ് എ കോൺട്രഡിക്ഷൻ. ആർക്ക് കോൺട്രഡിക്ഷൻ, നമ്മൾ 4th ഇക്വേഷന് നമ്മൾ എഴുതി വെച്ച് കോൺട്രഡിക്ഷൻ വരാം. അപ്പോൾ ഇതേ വരാൻ പറ്റത്തുള്ളൂ. സപ്പോസ് ക്യൂ ഗ്രേറ്റർ ദാൻ ക്യൂ ഡാഷ് എന്നുള്ള കണ്ടീഷൻ വന്നപ്പോഴാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ വരത്തില്ല. പിന്നെ അപ്പോൾ ആരേ വരത്തുള്ളൂ, ക്യൂ ഈക്വൽ ടു ക്യൂ ഡാഷ് മാത്രമേ വരത്തുള്ളൂ. വിച്ച് ഇംപ്ലൈസ് ക്യൂ ഡസ് നോട്ട് ഗ്രേറ്റർ വിച്ച് ഇസ് നോട്ട് ഗ്രേറ്റർ ദാൻ ക്യൂ ഡാഷ്, ദെർഫോർ ക്യൂ ഈക്വൽ ടു ക്യൂ ഡാഷ്. ഇതിൽ നമുക്ക് ക്യൂ ഡാഷ് ആണെങ്കിൽ ഫ്രം ഇക്വേഷൻ നമ്പർ 3 നമുക്ക് പറയാം ക്യൂ ഡാഷിനോട് ഈക്വൽ ആണ്. അപ്പോൾ എന്ത് വരുന്നത്, ക്യൂവിന് പകരം ക്യൂ ഡാഷ് കൊടുത്താൽ ഇത് 0 ആയിപ്പോൾ. അപ്പോൾ ആർ ഡാഷ് മൈനസ് ആർ ഈക്വൽ ടു 0 എന്ന് വരും. ആർ ഡാഷ് മൈനസ് ആർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ആർ ഡാഷ് ഈക്വൽ ടു ആർ. അപ്പം നമുക്കിപ്പോൾ രണ്ട് കണ്ടീഷൻ ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടി, ക്യൂ ഈക്വൽ ടു ക്യൂ ഡാഷ് ആണെന്നും കിട്ടി, ആർ എസ് ഈക്വൽ ടു ആർ ഡാഷ്. ഇതെല്ലാവരും നമ്മൾ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിച്ചത് യുണീക്നെസ് പാർട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടി അങ്ങനെയായിരുന്നു നമ്മൾ എടുത്തത്. അപ്പം ദെർഫോർ ക്യൂ ആൻഡ് ആർ ആർ
യൂണിക്. അങ്ങനെ നമ്മുടെ ഈ പ്രൂഫ് തീർന്നു. പ്രൂഫ് ചെയ്യേണ്ട രീതി ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ ഫസ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട A = BQ + R എന്ന് പറയുന്ന ഇക്വേഷൻ എക്സിസ്റ്റ് ചെയ്യണം എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് വിത്ത് ദ കണ്ടീഷൻ 0 ≤ R B. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതേ രീതിയിൽ അത് വെച്ച് തന്നെ ആ ഒരു ഇക്വേഷൻ വരുന്ന രീതിയിൽ തന്നെ ഒരു സെറ്റിനെ കൺസിഡർ ചെയ്തു. A - BQ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൺസിഡർ ചെയ്ത് ഒരു സെറ്റ് എടുത്തു. എന്നിട്ട് അതിൻ്റെ പ്രൂഫാണ് നമ്മൾ ചെയ്തത്. അത് ആ ഒരു ഇക്വേഷൻ എന്താണ് എക്സിസ്റ്റ് ചെയ്യണമെന്ന് കാണിച്ചു വിത്ത് ദ കണ്ടീഷൻ എന്താണ് 0 ≤ R B എന്നുള്ള കണ്ടീഷൻ വരെ പ്രൂവ് ചെയ്തു. പിന്നീട് നമുക്ക് യുണീക്നെസ് പ്രൂവ് ചെയ്യാം. നിങ്ങൾ എവിടെ യുണീക്നെസ് പ്രൂവ് ചെയ്യേണ്ട കാര്യം ചോദിച്ചാലും നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഇതെല്ലാം. 2 എണ്ണം ഉണ്ടെന്ന് എടുക്കുക. അപ്പം എന്താണ് A = BQ + R എന്നുള്ളതാണ് നമ്മളുടെ ഇക്വേഷൻസ്. വേർ 0 ≤ R B എന്നാണ്. അപ്പോൾ അതിന് വേണ്ടി എന്താണ് നമ്മൾ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന QR ആണ് നമുക്ക് യൂണീക്ക് ആണെന്ന് കാണിക്കേണ്ടത്. അതേപോലെ തന്നെ വേറെ 2 ഇൻഡിജേഴ്സ് അതേ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു Q' R' ഉണ്ടെന്ന് എടുത്തു. സച്ച് ദാറ്റ് ബാക്കി കണ്ടീഷൻ എഴുതി. അപ്പോൾ ബാക്കി കണ്ടീഷൻ എഴുതി വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ കാര്യമാണ് Q = Q' എന്നും R' = R എന്നും. അപ്പോൾ ഇത് പ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും Q R എന്താണ് യൂണീക്കാണ്. അപ്പോൾ യൂണീക്നെസ്സും പ്രൂവ് ചെയ്തു, എക്സിസ്റ്റൻസും ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്തു. അതുകൊണ്ട് ഇതിൻ്റെ പ്രൂഫ് തീർന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി അടുത്തതാണ് എന്ത് div and mod ഓപ്പറേറ്റേഴ്സ്. ഇതുകൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ് A div B എന്ന് പറഞ്ഞാൽ A / B എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്? കോഷ്യൻ്റ് ആണ് അല്ലേ? = കോഷ്യൻ്റ് when A is divided by B. ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് A div B എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? A Bയെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ത് കിട്ടും നമുക്ക്? കോഷ്യൻ്റ്. ഇനി മോഡ് A mod B എന്താണ്? A mod B എന്ന് പറയുമ്പോൾ ചെയ്യുന്നത് കിട്ടുന്നത് പറഞ്ഞാൽ Aനെ B കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് എന്തെന്ന് പറയുന്നത് മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ Aനെ B കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഷ്യൻ്റ് ആണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓപ്പറേറ്റേഴ്സ് div ഓപ്പറേറ്ററോ മോഡ് ഓപ്പറേറ്ററോ എന്താണെന്ന് മനസ്സിലായോ? ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തേക്ക്.